ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്നെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്നെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേലധികാരം ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യം നമുക്ക് വായിക്കാം. 1 മുതൽ അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ. പെസഹ പെരുന്നാൾ മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിനടുക്കൽ നിന്ന് വന്ന് ദൈവത്തിനടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു. ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കറിയാം, നാം എല്ലാം ഭൂമിയിൽ ജനിച്ചു വളർന്നതിൻ്റെ ശേഷമാണ് നമുക്കോരോ ലക്ഷ്യങ്ങളുണ്ടാകുന്നത്. ആ പ്രായത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നമ്മുടെ പഠനം, ജോലി, വീട്, വിവാഹം, അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഓരോരോ വളർച്ചയുടെ കാലഘട്ടത്തിലാണത് ഉണ്ടാകുന്നത്. നല്ല ലക്ഷ്യങ്ങൾ പഠനകാലത്തുണ്ടാകുന്ന നല്ല വിദ്യാർത്ഥികളുണ്ട്. അവരിൽ പലരും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ ഹൃദയത്തിലെ ആ ലക്ഷ്യം അവർ കഠിനാധ്വാനത്തിലൂടെ, സ്വയബുദ്ധിയിലോ അധികമായി കഠിനാധ്വാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവരെ നേടിയെടുക്കുകയും ചെയ്യും. ഒരു ലക്ഷ്യമുണ്ടാക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പണമെടുത്ത് ജീവിക്കുക, ആ ലക്ഷ്യം നേടിയെടുക്കുക, അത് മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവനെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് കുഞ്ഞിനെയും സഹായിക്കുവാനും അവന് ഭാവി കൊടുക്കുവാനും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിന് ദൈവം അനുകൂലമാണ്. അതിന് മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ടത് വിശ്വാസവും സമർപ്പണവുമാണ്. ദൈവത്തിലുള്ള വിശ്വാസം, അഥവാ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതായ രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലുള്ളതായ സമർപ്പണം, അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഭാവിയെ നേടിയെടുക്കാൻ പറ്റും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, യുവാക്കന്മാർക്ക്, യുവതികൾക്ക്, പ്രിയപ്പെട്ടവരെ, എന്നെ ആത്മീയം പഠിപ്പിച്ച പ്രിയപ്പെട്ട യോഹന്നാൻ സാർ പറയാറുണ്ട്, ഉന്നതമായത് ലക്ഷ്യം വയ്ക്കണം, വലിയത് ആഗ്രഹിക്കണം. ആ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി കഠിനാധ്വാനത്തിന് തയ്യാറാകണം. ഞാൻ പഠിച്ച കാലം ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ സ്വതവേ അത്ര
ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. പരീക്ഷകളിലൊന്നും പെർഫോം ചെയ്യാൻ എനിക്ക് അത്ര നന്നായി സാധിച്ചില്ല. ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം തോറ്റുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എഞ്ചിനീയറിങ്ങിന് ചേരുന്നത്. എനിക്ക് സ്വതവേ ബുദ്ധി കുറവായതുകൊണ്ട് എൻ്റെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധി എനിക്കില്ല. എൻ്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ, ഹാർഡ് വർക്ക്. ഞാൻ രാത്രി 2 മണി വരെ ഇരുന്ന് പഠിച്ചു. 6 മണിക്ക് എഴുന്നേറ്റു. 7:45 കോളേജ് ആരംഭിക്കും. ഞാൻ പോയ കാലങ്ങൾ ഓർക്കുന്നു. 4 മണിക്കൂർ ഉറങ്ങി. കിടക്കയെല്ലാം മാറ്റിയിട്ടു. ഒരു പലക കട്ടിലേൽ ഒരു വിരിച്ചു കിടന്നു. കാരണം ഉറക്കം സുഖമാകരുതെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കണം. എന്നാൽ അനേകരും ഓരോരോ കാരണങ്ങളാൽ ആ ലക്ഷ്യം മാറ്റിക്കളയും. നല്ല ലക്ഷ്യത്തോടെ ആരംഭിക്കും, പക്ഷേ ഏതെങ്കിലും കൂട്ടുകെട്ടിൽപ്പെടുന്നു, ഏതെങ്കിലും സംഘങ്ങളിൽ ഇടപെടുന്നു, സംഘടനകളിൽ ചെന്ന് ചേരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു അനേകർ. സങ്കടമെന്ന് പറയട്ടെ, പലരും ഒരു പ്രാവശ്യത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിന് വ്യത്യാസം വരുന്ന ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിടിഞ്ഞ് അവർ പിന്നെ യാതൊരു സ്വപ്നമില്ലാത്തവരായി മാറുകയാണ്. അവരുടെ സ്വപ്നം പോലും പൊയ്ക്കളയുകയാണ്. കാരണം അവർക്ക് പ്രത്യാശയില്ലാതെ, പ്രതീക്ഷയില്ലാത്തവരായി പോവുകയാണ്. അത് അതിനേക്കാൾ വലിയ ദോഷമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് വീണാൽ എഴുന്നേക്കാം, മനുഷ്യനെ ഭാവി തരാം, ഒരു ഉടഞ്ഞുപോയ പാത്രം വീണ്ടും പണിതെടുക്കാം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാമാണ്. കൊശവൻ്റെ കയ്യിലാണ് പാത്രമെങ്കിൽ ആ പാത്രം കൊശവന് നല്ലതുപോലെ മെനഞ്ഞെടുക്കുവാനായിട്ട് ഇനിയും കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നല്ല ലക്ഷ്യത്തോടെ നിങ്ങൾ ആരംഭിച്ചു, ആ ലക്ഷ്യം സാധിക്കാതെ പോയി, നിങ്ങൾ ഒരിക്കലും നിരാശയിലേക്ക് പോകരുത്. പകരം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, സത്യവചനം ഉള്ളിടത്ത് പോയി ദൈവത്തിൻ്റെ വചനം കേൾക്കുക. അങ്ങനെയുള്ളതായ ഒരു കൂട്ടമോ കൂട്ടായ്മയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ അത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക, സത്യവചനം കേൾക്കുക. സത്യവചനം നിങ്ങളെ പ്രത്യാശയുള്ളവരാക്കും, നിങ്ങളെ പ്രതീക്ഷയുള്ളവരാക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ജനിച്ചതുപോലെ ജനിച്ചവരല്ലല്ലോ നാമൊക്കെ. എന്നാൽ കർത്താവായ യേശു ജനിച്ചത്, അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്, അവൻ ഈ ഭൂമിയിലേക്ക് ദൈവ മനുഷ്യനായി അവതരിച്ചതാണ്. നമ്മളെപ്പോലെ ജനിച്ചവനല്ല ക്രിസ്തു. ക്രിസ്തു ദൈവ മനുഷ്യനായി അവതരിച്ചതാണ്. അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അവനൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവോത്തരൻ പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ പിശാച് ബന്ധിച്ചു കളഞ്ഞു. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകുന്നു. നിങ്ങൾക്ക് മദ്യപാനം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ പറയും നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്, നിങ്ങൾ ദേവാലയത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എല്ലാം. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് പിശാചിന്റെ മകനെന്നാണ്. നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് മദ്യപാനമായിരിക്കണമെന്നില്ല. അഹങ്കാരമായിരിക്കും, തന്നിഷ്ടമായിരിക്കും, സ്വയഷ്ടമായിരിക്കും, മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കും, അവിഹിതമായി ഏതെങ്കിലും ആക്കിയായിരിക്കും. പക്ഷേ ഒന്ന് ഓർക്കുക, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാകുന്നു. അവൻ്റെ കുലമേത്, കുടുംബമേത്, സഭയേത്, അവൻ്റെ സംഘടന ഏത് എന്നുള്ളതല്ല. ഹൃദയത്തിൽ പാപമുണ്ടോ അവൻ പിശാചിൻ്റെ മകനാണ്. അടുത്ത വാക്യം എന്താ? പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാച് മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ പിശാച് പ്രവർത്തിച്ച മനുഷ്യൻ അവൻ ബന്ധനത്തിലാകുന്നു. അവന് ശരിയായി ചെയ്യാൻ കഴിവില്ലാതായി പോകുന്നു. ഒരു മദ്യപാനിക്ക് മദ്യം കൂടാതെ ജീവിക്കാൻ കഴിവില്ലാത്തവനായിട്ട് അവൻ മാറും. ആദ്യം അവന് മദ്യപാനം തുടങ്ങാനും നിർത്തുവാനുമുള്ള കഴിവുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ മദ്യപാനം നിർത്താൻ കഴിവില്ലാത്തവനായി പോകും. ഏത് പാപസ്വഭാവത്തിൻ്റെയും പ്രത്യേകത ഏതാ? നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയും. എന്നുവെച്ചാൽ
ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന വാൽവാണ് നോൺ റിട്ടേൺ വാൽവ്. ആ വാൽവിന് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യൻ്റെ പാപ സ്വഭാവം. ആ സ്വഭാവത്തിൽ തിരിച്ചു പോകാൻ മനുഷ്യന് സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം ഇച്ഛ കൊണ്ടോ സാധിക്കില്ല. അങ്ങനെ ആ ബന്ധനത്തിലായ മനുഷ്യനെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അങ്ങനെ പാപത്തിൽ പെട്ടുകിടക്കുന്ന മനുഷ്യനെ, അവനെ പിശാചിൻ്റെ ചങ്ങലയിൽ നിന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ കർത്താവായ യേശുവിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. നാം എന്താണ് വായിച്ചത്? പെസഹ പെരുന്നാളിന് മുമ്പ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ പ്രകാരം പറയും, ഹാവിങ് ലവ്ഡ് ഹിസ് ഓൺ who were in this world, he showed them full extent of his love. ഈ ഭൂമിയിൽ തനിക്കുള്ളവരെ എത്രമാത്രം ഒരു മനുഷ്യനെ സ്നേഹിക്കാമെന്ന് കർത്താവ് വരെ പഠിപ്പിച്ചു. എത്രമാത്രം സ്നേഹിക്കാമെന്ന് പഠിപ്പിച്ചു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ ആ ജീവിത ലക്ഷ്യമതായിരുന്നു സ്നേഹിക്കുക. മനുഷ്യന് അവൻ്റെ സ്ഥാനവലിപ്പം, അവൻ്റെ പണം, പ്രതാപം, അവൻ്റേതായ മതം, സഭ, ഇതൊക്കെ നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുക. എത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കാം, അതാണ് കർത്താവിടെ കാണിച്ചു കൊടുത്തത്. കർത്താവിടെ കാല് കഴുകിയതാണ് നാം വായിക്കുന്നത്. കർത്താവ് അരയിൽ ഒരു ടവല് ചുറ്റി അപ്പോസ്തലന്മാരുടെ കാല് കഴുകി. അതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കാല് കഴിയവരെ കുറിച്ച് കർത്താവിന് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 2:24, 6:24 വായിക്കാം. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. കർത്താവായ യേശുവിന് തൻ്റെ അപ്പോസ്തലന്മാര് ആരായിരുന്നു അവനറിയാമായിരുന്നു. അവരുടെ മേൽവിലാസം അറിയാമെന്നല്ല, തൻ്റെ അപ്പോസ്തലന്മാരുടെ വീടേതാ, വീട്ടുപേരേതാ, അപ്പൻ്റെ പേരേതാ, അതറിയാമെന്നല്ല പറഞ്ഞിരുന്നത്. കർത്താവായ യേശുവിന് അറിയാമായിരുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ കൂടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, ഹൃദയം എന്താണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. 6:24 വായിക്കാം. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് അറിയാമായിരുന്നു, എല്ലാവരെയും അറിയാമായിരുന്നു. യൂദാസ് ഒറ്റുകൊടുക്കാൻ പോകുന്നവനാണെന്നും പത്രോസ് തള്ളിപ്പറയാൻ പോകുന്നവനാണെന്നും എല്ലാം ഹൃദയം കൊണ്ട് കർത്താവിന് അറിയാമായിരുന്നു. അവരെല്ലാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് അറിയാമായിരുന്നു. പക്ഷേ അത് അറിഞ്ഞുകൊണ്ടാണ് ആ കർത്താവായ യേശു അവരുടെ കാല് കഴുകിയത്. ഞാനിങ്ങനെ ധ്യാനിച്ചു പോകാറുണ്ട്. 12 അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചല്ലോ. അവരോടുകൂടെ 3-3.5 കൊല്ലക്കാലം കർത്താവ് ചെലവഴിച്ചു. അവരെ വിളിച്ച കാലത്ത്, ആദ്യമായിട്ട് അവരെ വിളിച്ച കാലത്ത് അവരുടെ കാല് കഴുകുവാനായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. മനുഷ്യരായി നമുക്ക് തോന്നും അവരെ വിളിച്ച കാലത്ത് എത്ര എളുപ്പം. പക്ഷേ 3.5 കൊല്ലം അവരുമായി ഒരുമിച്ച് ജീവിച്ച് അവരുടെ സംസാരം, പെരുമാറ്റം, അവരുടെ മനസ്സ്, അവരുടെ മനോഭാവം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ പിന്നെയും സ്നേഹിച്ചു. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അവരെ വിളിച്ച കാലത്ത് അവരുടെ കാല് കഴുകുവാനായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ 3.5 കൊല്ലം അവരോടുകൂടെ ജീവിച്ച് അവരുടെ മനസ്സും മനോഭാവവും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു അവരെ പിന്നെയും സ്നേഹിച്ചു. അവരുടെ കാല് കഴുകുവാനായിട്ട് അവൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ യേശുവാണ് നമ്മുടെ യേശു. ആ യേശുവിനെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ കൂടെ ഉദ്ദേശങ്ങൾ അറിയാവുന്ന യേശു, നമ്മുടെ നിരൂപണങ്ങൾ അറിയാവുന്ന യേശു, ആത്മീയ രംഗത്തുള്ളതായ നമ്മുടെ സകല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാവുന്നവനായ യേശു, നാം പുറമേ പറയുന്നതും ഹൃദയം കൊണ്ട് നിരൂപിക്കണതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുന്ന യേശു,
നമ്മുടെ രഹസ്യഭാവങ്ങൾ അറിയുന്ന യേശു, പ്രിയപ്പെട്ടവരെ, ആ നല്ലവനായ യേശു തൻ്റെ അപ്പോസ്തലന്മാരെ 3.5 കൊല്ലം കഴിഞ്ഞ് അവരുടെ ഹൃദയം മുഴുവൻ അറിഞ്ഞു, മുഴുവൻ കാപട്യങ്ങളും അറിഞ്ഞു, മുഴുവൻ ഗൂഢോദ്ദേശങ്ങളും അറിഞ്ഞു. അതിന് ശേഷവും യേശുവിൻ്റെ സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്തത്. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാനൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നിൽക്കുന്നവരെല്ലാം നിലനിൽക്കുന്നത്. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഗൂഢോദ്ദേശം കണ്ടിട്ട് കർത്താവിനോട് സ്നേഹം കുറയുന്നില്ല. എൻ്റെ കൂടെ ജീവിക്കുന്നവരെക്കുറിച്ച് അവരുടെ സ്വഭാവം കണ്ടിട്ട് എൻ്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം കുറഞ്ഞു പോകുന്നു. എപ്പോഴും എൻ്റെ കൂടെയുള്ളവരോട് സ്നേഹം, മക്കളോട് സ്നേഹം കുറഞ്ഞു പോകുന്നു. പങ്കാളിയോട് സ്നേഹം കുറഞ്ഞു പോകുന്നു അവരുടെ ജീവിതം കണ്ടിട്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതത്തിൻ്റെ സകല രഹസ്യങ്ങൾ പറഞ്ഞിട്ടും അവൻ്റെ സ്നേഹം അല്പം പോലും കുറഞ്ഞില്ല, അത് കൂടിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരുടെ കാല് കഴുകിയത്? എന്തുകൊണ്ടാണ് യൂദാസിൻ്റെ കാല് കഴുകിയത്? കാല് കഴുകിയതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: യൂദാസ് സ്വർഗത്തിലുണ്ടാകണം, പത്രോസ് സ്വർഗത്തിലുണ്ടാകണം. അല്ലാതെ വേറൊരു ഉദ്ദേശമില്ല, അല്ലാതെ വേറൊരു കാര്യം സാധ്യമില്ല. പ്രിയപ്പെട്ടവരെ, ആത്മീയ രംഗത്ത് സ്ഥാപിത ഉദ്ദേശങ്ങൾ ഉണ്ടാകാൻ മേല. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ: ആരുടെയെല്ലാം കൂടെ നിൽക്കുന്നുവോ, ആരെ സ്നേഹിക്കുന്നുവോ, എല്ലാം ദൈവരാജ്യത്തിലുണ്ടാകണം. കുടുംബജീവൻ നയിക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ ആഗ്രഹം എന്തായിരിക്കണം? ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന ഭാര്യ സ്വർഗത്തിൽ എന്നോടുകൂടെ ഉണ്ടായിരിക്കണം. ഒരു ഭാര്യയുടെ ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ ജീവിതം പങ്കുവെച്ച എൻ്റെ ഭർത്താവ് സ്വർഗത്തിലുണ്ടാകണം. ദൈവമക്കളെ, കർത്താവായ യേശു അപ്പോസ്തലന്മാരുടെ കാല് കഴുകി ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: എന്നോടുകൂടെ നിങ്ങൾ സിംഹാസനങ്ങളിലിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ സിംഹാസനത്തിൽ യൂദാസ് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു, പത്രോസ് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ മുഖത്ത് തുപ്പിയവരുണ്ട്. കർത്താവായ യേശുവിൻ്റെ മുഖത്തും ദേഹത്തും മുഷ്ടിയുട്ടി ഇടിച്ചവരുണ്ട്. അവരും ദൈവരാജ്യത്തിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരറിയാതെ ചെയ്തതാകിയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു യേശുവുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിനെ തുപ്പിയതിൻ്റെ ശേഷം, കർത്താവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതിൻ്റെ ശേഷം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവർ ജീവിതത്തിൽ കർത്താവിനോട് പാപമേറ്റ് പറഞ്ഞു കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലുണ്ടാകുമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം എന്നെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാമാണ് ജീവിതത്തിലെ അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസം. അതാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്തുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞത്? ഭയപ്പെട്ടിട്ടാണ്, ജീവനെ പേടിച്ചിട്ടാണ് തള്ളിപ്പറഞ്ഞത്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് ജീവൻ പോകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ യൂദാസ് എന്തുകൊണ്ടാണ് യേശുവിനെ ഏറ്റുകൊടുത്തത്? യൂദാസ് എന്തുകൊണ്ടാണ് യേശുവിനെ ഏറ്റുകൊടുത്തത്? അവൻ ഒരു കാലത്തും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല, കൂടെ നടന്ന കാലത്തും വിശ്വസിച്ചില്ല. പ്രിയപ്പെട്ടവർ, എപ്പോഴും നാം ഓർക്കണം, ഒരു വ്യക്തി നമ്മുടെ കുറ്റം മറ്റുള്ളവരോടും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് നമ്മളെ സ്നേഹമില്ലാന്ന് തന്നെയാണ്. ആ വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ വ്യക്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളോട് സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ തെറ്റ് പറഞ്ഞു തരികയും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ആ വ്യക്തി സ്വർഗത്തിൽ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അവൻ്റെ കുറ്റം പരസ്യമാക്കിക്കൊണ്ട് നടക്കുകയില്ല. നിങ്ങൾ അവന് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ മനുഷ്യന് തെറ്റ് ബോധം വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആ മനുഷ്യനോട് അത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയേ ചെയ്യുള്ളൂ. യൂദാസ് ഇസ്കറിയോത്ത ഒരിക്കലും
കർത്താവായ യേശുവിനെ വിശ്വസിച്ചില്ല, ഒരിക്കലും സ്നേഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവായ യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9 അധ്യായത്തിൽ പറയുന്നുണ്ട്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്തിനുള്ള നിർബന്ധം? കർത്താവായ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാനുള്ളതായ നിർബന്ധം. സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം ഇന്ന് അനേകർ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാറുണ്ട്. അനേകർ തീക്ഷ്ണതയോടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. കടലും കരയും താണ്ടി അനേകർ ദൈവവേല ചെയ്തു, മിഷണറിമാരുണ്ടായി. അവരെല്ലാം സുവിശേഷത്താൽ അത് നിർബന്ധമായിരുന്നു അവർക്ക്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നിർബന്ധം മറ്റൊന്നായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നിർബന്ധം അത് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 26 വാക്യത്തിൽ നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 13, 14, 15, 16, 17 അധ്യായങ്ങൾ എല്ലാം ഒറ്റ രാത്രിയിൽ യേശു പറഞ്ഞ വാക്യങ്ങളാണ്. അത് മുഴുവനും കർത്താവിൻ്റെ ആ പെസഹയുടെ അവസാനത്തെ രാത്രി. ആ പ്രസംഗം തുടങ്ങുമ്പോൾ യൂദാസ് ഉണ്ട് കേൾക്കാനായിട്ട്. എന്നാൽ ഇടയ്ക്ക് യൂദാസ് ഇറങ്ങിപ്പോയി. ആ 13, 14, 15, 16, 17 വാക്യങ്ങൾ ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു പറയുന്നു. അതിൻ്റെ 17 അധ്യായം 26 വാക്യം നമുക്ക് വായിക്കാം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു പറയുകയാണ്, പിതാവേ അവരിൽ. കർത്താവായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വചനം കേട്ട് ക്രിസ്ത്യാനികളായി തീരുന്ന ആ വിശ്വാസികളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാകണം. സഭയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ്. 17 അധ്യായം 20 വാക്യം മുതൽ ആ വാക്യങ്ങളെല്ലാം ഇന്നത്തെ ക്രിസ്ത്യാനി എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ആ ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അവസാനമാണ് നാം വായിക്കുന്നത്. അവൻ പിതാവിൻ്റെ സ്നേഹമുള്ളവനാകണം, ദൈവത്തിൻ്റെ സ്നേഹമുള്ളവനാകണം ക്രിസ്ത്യാനി എന്ന്. ദൈവമക്കളെ, നമ്മളെന്തെങ്കിലും ആശ വച്ചിട്ടുണ്ടോ? നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ സ്നേഹം, പിതാവാദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വേണം, പുത്രൻ തമ്പുരാനെ തന്ന സ്നേഹം. അപ്പോസ്തലനായ പൗലോസ് പറയും, റോമർ 5:5 വായിച്ച് നോക്കാം. റോമാലേഖനം 5 അധ്യായം 5 വാക്യം വായിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ സ്നേഹിക്കാനുള്ള ആ കഴിവ് ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. നിത്യത ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. സഭാപ്രസംഗി പറയും, ദൈവരാജ്യം എന്നുള്ളത് ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. മനുഷ്യന് മരണശേഷം ജീവനുണ്ടെന്നുള്ളതായ ആ സുബോധം പകർന്നിട്ടുള്ളതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുണ്ട്, സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണമെന്ന്. അതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ദൈവാത്മാവില്ലാത്ത ക്രിസ്ത്യാനി, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. യേശുവിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്നേഹിക്കണമെന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കൂടെ ഉള്ളവരെ, നിങ്ങളുടെ കൂടെ നടക്കുന്നവരെ, നിങ്ങളെ പരിചരിക്കുന്നവരെ, നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരെ, നിങ്ങൾക്ക് ഒത്താശ എടുക്കുന്നവരെ സ്നേഹിക്കണമെന്ന നിർബന്ധം നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യാനി എന്ന് പേരുള്ള പലരുമുണ്ട്. ഞാനും ക്രിസ്ത്യാനി എന്ന് പേരുള്ളവനാണ്. പക്ഷേ ഈ വാക്യത്തിൻ്റെ എല്ലാം മുമ്പിൽ ഞാനും നിന്ന് ചൂളുകയാണ്. എൻ്റെ ഹൃദയം വിറയ്ക്കുകയാണ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടതുപോലെ, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. പക്ഷേ ആ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടോ? സ്നേഹിക്കണോ നിർബന്ധം എൻ്റെ ഉള്ളിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, സുവിശേഷം സ്വർഗത്തിൽ പോകാനുള്ള വഴി മാത്രമല്ല,
സുവിശേഷം നരകത്തിൽ പോകാതിരിക്കാൻ പേടിച്ചിട്ട് മനുഷ്യന് വരേണ്ടതല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് അതിലുപരിയാണ്. ഈ ഭൂമിയിൽ ഒരു കുടുംബസമാധാനം, ഒരു സ്നേഹത്തോടെയുള്ള ജീവിതം, ഒരൈക്യമുള്ള ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സുവിശേഷമല്ലാതെ വേറൊരു വഴിയില്ല. നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി പേടിച്ച് വിശ്വസിക്കേണ്ടതല്ല ക്രിസ്തുവിനെ. ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത് നരകത്തിൽ പോകാതിരിക്കാനല്ല, ക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടത്, മനസാന്തരപ്പെടേണ്ടത്, വീണ്ടും ജനിക്കേണ്ടത് നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാനാണ്, നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനാണ്, നിൻ്റെ പാരൻസിനെ സ്നേഹിക്കാനാണ്, നിൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാതെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹമില്ലാതെയുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും അർത്ഥമില്ലാത്തതെന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അകത്ത് ഹൃദയം കയറട്ടെ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സ്നേഹം എനിക്കുണ്ടോ? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സ്നേഹിക്കണമെന്ന് നിർബന്ധം തരുന്നുണ്ടോ? വെറുക്കാതെ സ്നേഹിക്കണം, ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. യുവദാസിൻ്റെ ഉള്ളറിഞ്ഞാണ് യേശു ക്രിസ്തു അവനെ സ്നേഹിച്ചത്. പത്രോസിൻ്റെ ഉള്ളറിഞ്ഞാണ് യേശു അവനെ സ്നേഹിച്ചത്, അവൻ്റെ കാല് കഴുകിയത്. അതാണ് ക്രൈസ്തവ മാർഗം, അതാണ് ക്രിസ്ത്യാനി പിൻപറ്റേണ്ട മാർഗം. ഈ മാർഗത്തെ പിൻപറ്റുന്നവനാണ് മാർഗവാസി. ക്രൈസ്തവൻ്റെ ആദ്യകാലത്തെ പേര് മാർഗവാസി എന്നായിരുന്നു. സ്നേഹത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തവൻ, സ്നേഹത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് സ്നേഹിക്കാനുള്ള കഴിവ് ചോദിക്കാം. പണമല്ല ചോദിക്കേണ്ടത്, പിതാവിൻ്റെ സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സ്നേഹം, കൂടെ ഉദ്ദേശങ്ങൾ അറിഞ്ഞാലും അവസാനത്തോളം സ്നേഹിക്കാനുള്ള സ്നേഹം, കാല് കഴുകുവാനുള്ളതായ സ്നേഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ കുടുംബങ്ങളിൽ സമാധാനം വരുത്തണമേ. സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മ ബന്ധം ഞങ്ങൾക്ക് തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ. ആമേൻ.